കൊടുക്കാം. നമ്മുടെ സിനിമയിൽ പുതിയ നായകനായിട്ടാണ് വന്നത്. പക്ഷെ മറ്റ് സിനിമകളിലേക്ക് പിന്നെ അഭിനയിച്ചു, റിലീസും ആയിരുന്നല്ലേ. അതെ. അപ്പൊ ഇപ്പം നമ്മുടെ സിനിമ ആക്ച്വലി തുടക്കത്തില് നമ്മുടെ സിനിമയായിരുന്നു. അതിന് മുമ്പ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. നായകൻ റോള് നമ്മുടെ സിനിമയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ റിലീസ് ചെയ്യുമ്പോൾ ഫുൾ നല്ലൊരു നായകൻ. അതെ. ഹായ്, എൻ്റെ പേര് സൗരവ് എന്നാണ്. എല്ലാവർക്കും അറിയാനുള്ള വഴിയില്ല, അതുകൊണ്ടാണ്. ആൻഡ് ആലി ഇപ്പം പറഞ്ഞ പോലെ എൻ്റെ 4ാമത്തെ പടമാണ് റിലീസാവുന്നത്. ബട്ട് ഹീറോ ആയിട്ട് വരുന്ന ഫസ്റ്റ് പടമാണ്. വൺ ഓഫ് ദ ഹീറോസ്. നമുക്ക് പ്രജിൻ ചേട്ടനും കൈലാഷേട്ടനൊക്കെ ഉണ്ട്. സോ ഒരു വെരി ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ എൻ്റെയും ഫസ്റ്റ് ഫീമെയിൽ ഡയറക്ടറായിരുന്നു മാം. പിന്നെ UAE, തമിഴ്നാടു, കേരള എല്ലാ ഭാഗങ്ങളും നല്ലോണം കവർ ചെയ്ത് നല്ല വിഷ്വൽസും കൂടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ പടത്തിൽ. സോ മ്യൂസിക്കും കഥയും വിഷ്വൽസും എല്ലാം ഒന്നിച്ച് വരുമ്പോൾ ഈ ഓണത്തിന് എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള സ്റ്റഫ് ആലിയിൽ ഉണ്ടാവുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. സോ താങ്ക് യു. ബാക്കി നിങ്ങൾ ചോദിക്കുന്ന പോലെ പറയാം. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ. എല്ലാവർക്കും നമസ്കാരം. സംഗീതം ആയിട്ടാണ് എനിക്ക് ആലിയിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ സിനിമ മൊത്തം സിനിമയും ഞാൻ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ എല്ലാ സീൻസും കാണുന്ന എല്ലാവരുടെയും പ്രകടനങ്ങൾ ഞാൻ ആസ്വദിച്ചു. ഓരോ സീൻസും എൻ്റെ മനസ്സിലുണ്ട്. അതിനകത്തെ റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസ്, അതിലെ കോമഡി, ഡോക്ടർ രജത് കുമാർ അടക്കമുള്ള നിങ്ങളുടെയൊക്കെ കോമ്പിനേഷൻസിലുള്ളതൊക്കെ വളരെ രസകരമായ സീൻസാണ്. പിന്നെ ബാക്കിയുള്ള വെച്ചാൽ സംഘർഷഭരിതമായിട്ടുള്ള രംഗങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ചേർന്നുണ്ട്. തമാശയുണ്ട്, റൊമാൻസ് ഉണ്ട്, കുടുംബ പശ്ചാത്തലങ്ങളുണ്ട്. ഡോക്ടർ രജത്ത് ഇവിടെ പറഞ്ഞതുപോലെ ഇതിനകത്ത് എല്ലാ വിഭവങ്ങളും ഉണ്ട് അല്ലേ. തമിഴും ശരിയാണ്, അത് പാട്ടുകളിലൂടെ അത് കൂടുതൽ വരുന്നുണ്ട് അല്ലേ, സംഗീതത്തിലൂടെ. അതെ, ഭാഷയിൽ പല ഭാഷകളിൽ തമിഴും മലയാളം മാത്രമല്ല, മറ്റേ നമ്മുടെ അറബിക് ആൻഡ് ഹിന്ദി സോങ്സ് കൂടി ഇതിനകത്തുണ്ട്. ഞാനിതിൽ 2 സോങ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സും ഉണ്ട്, ഞാൻ മാത്രമല്ല. അപ്പോൾ അവർക്കൊന്നും ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല, അവരൊക്കെ പല ഭാഗങ്ങളിലാണ്. അപ്പോൾ അവരെയും സ്മരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തല സംഗീതം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സിനിമ എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഡോക്ടർ കൃഷ്ണയോട് ഞാൻ പറയുകയും ചെയ്തു. അത് നല്ല രസകരമായ അതിൻ്റെ സസ്പെൻസും ഒക്കെ വളരെ വളരെ വലിയൊരു ട്വിസ്റ്റാണ്. ഒട്ടും വിചാരിക്കാത്ത, ഞാൻ ഒരു രീതിയിൽ ചിന്തിച്ചു, നമ്മളിത് കാണുന്ന അവസാന ഭാഗത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം, പക്ഷെ അതായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വളരെ സർപ്രൈസിങ് ആയിരുന്നു. അപ്പോൾ അതൊരു പക്ഷേ കാണുന്നവർക്കും അത് അങ്ങനെ തോന്നാം, എനിക്ക് തോന്നുന്നു. സസ്പെൻസും ഒക്കെ തന്നെ. അപ്പം മൊത്തത്തിൽ എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു സിനിമയാണ്. ഒരു ഫ്രഷ്നെസ് ഉണ്ട്. എന്താ വെച്ചാൽ എനിക്കത് ഫീൽ ചെയ്തത്, ഈ നായകനും നായികയും അവര് തുടക്കക്കാര് ആണെങ്കിലും ആ തുടക്കത്തിൽ അവർക്കൊരു ഫ്രഷ്നെസ് ഉണ്ട്. നമ്മൾ കാണുമ്പോൾ അത് അതിൻ്റെ മേക്കിംഗ്, അതിൻ്റെ ക്യാമറയും പറയണമല്ലോ. ബിക്കോസ് ക്യാമറയിലൂടെ ഡോക്ടർ കൃഷ്ണയുടെ ഡയറക്ഷനിലൂടെ ഇവരുടെയൊക്കെ പെർഫോമൻസിലൂടെ നമുക്ക് എല്ലാത്തിലും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം സാധാരണ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരുപാട് മൂവീസ് ഇവിടെ ക്ലിക്ക് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ അത്തരം റൊമാൻസിൽ നിന്നും എന്തോ ഒരു പ്രത്യേകത ഈ ഒരു റൊമാൻറ്റിക് മൂവിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇറ്റ്സ് നോട്ട് എ റൊമാൻറ്റിക് മൂവി മാത്രമല്ല, ഈ പറഞ്ഞ ഡോക്ടർ കൃഷ്ണപ്രദേശം പറഞ്ഞ സംവിധായിക പറഞ്ഞതുപോലെ ഒരു കുടുംബ ചിത്രം കൂടിയാണ്. അപ്പോൾ എല്ലാം ഉണ്ട്. പാട്ടുകൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. പിന്നെ പാട്ടിൻ്റെ പ്രത്യേകതകൾ, ഇത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തമിഴും മലയാളവും ആ 2 കൾച്ചറും ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ പാട്ടിൻ്റെ വരികളിലും ഡോക്ടർ കൃഷ്ണപ്രിയദർശൻ തന്നെയാണ് ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ആ വരികളിൽ ആ തമിഴും മലയാളവും ഭാഷകളുണ്ട്. അത് ഞാൻ എൻ്റെ മൂളുമ്പോൾ ആ പാട്ടിൻ്റെ കുറച്ച് വരികൾ ആലപിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനകത്ത് തമിഴ് വേർഡുകളുണ്ട്, മലയാളം വേർഡുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോംബോ മൂവി സോങ്സ് ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ കുറേ നാൾക്ക് ശേഷം അങ്ങനത്തെ ഒരു സോങ് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ കമ്പോസ് ചെയ്യുന്നത്. ഇതൊരു എനിക്കൊരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് മെലഡി കൈവിടാതെ, അത് ഡയറക്ടർക്ക് അത് വളരെ നിർബന്ധവുമായിരുന്നു. ആ മെലോഡിയസ് ആയിട്ടുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി തന്നെ ആവണം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ മെലഡി ഉണ്ട് എല്ലാം ഇതിനകത്ത്. എന്നാൽ അത് പുതിയ ജനറേഷന് അത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും, യാതൊരു സംശയം വേണ്ട. അത് ആ രീതിയിലാണ് അതിൻ്റെ ഒരു
എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പിന്നെ നമുക്കിത് പറയാമെന്നേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയും, നമ്മൾ പ്രതീക്ഷയോടെ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് പറയും, എല്ലാവരും ഇഷ്ടപ്പെടുക എന്നുള്ളത് അത് വേറൊരു കാര്യം. എങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വളരെ നല്ലതാണ് എന്നാണ് ഞാനും പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണണം. ഓഗസ്റ്റ് 14 സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഒരുപാട് കലാകാരന്മാർക്ക് ഇത് വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെ സാന്നിധ്യത്തിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. അത് ആർട്ടിസ്റ്റ് നമ്മൾ ഇരിക്കട്ടെ, കാര്യം തന്നെ കൊച്ചുകുട്ടിയല്ലേ. അത് നമുക്ക് ഷെജിനെയും ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് നമ്മുടെ കൂടെ, ഷെജിൻ ലാൽ. ആദ്യം തന്നെ ഇവിടെ വന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ പടത്തിൻ്റെ ഡീറ്റെയിൽസ് ഓഡിയൻസിൻ്റെ അടുത്തെത്തൂ. ഇപ്പോൾ നമ്മുടെ കമ്പനി കാര്യങ്ങൾ 3 സ്റ്റേറ്റിലാണ് ഈ പടം എത്തിക്കുന്നത്: കേരളം, തമിഴ്നാട്, കർണാടക. അവിടെ 3ഇടത്തും നമ്മൾ ഇപ്പോൾ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴും അതേപോലെ തന്നെ മലയാളവും 2 പ്രിൻ്റായിട്ട് തന്നെ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. അത് ഒരിക്കലും എന്താ പറയുക, ഒരു തമിഴ് പടമായിട്ടോ അല്ലെങ്കിൽ മലയാള പടമായിട്ടോ മാറി മാറി നിൽക്കുന്നതല്ല. 2 സ്ഥലത്തുള്ളവർക്കും സംസ്ഥാനത്തുള്ളവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന പടം തന്നെ ആയിരിക്കും. ഈ വരുന്ന ഓഗസ്റ്റ് 14 SFC ആർട്സ് കേരളം, തമിഴ്നാട്, കർണാടക 3 സ്റ്റേറ്റിലും ആലി എന്ന പടം എത്തിക്കുന്നതായിരിക്കും. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ജോബിസ് ചിറ്റിലമ്പള്ളി ഫാമിലിയിൽ നിന്നാണ്. അങ്ങനെ ഒരു ആക്ടർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അദ്ദേഹം അബുദാബിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. നിങ്ങൾ മീഡിയക്കാരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം അദ്ദേഹത്തെ സപ്പോർട്ട്. കാര്യം ഇനി വരും ജനറേഷനിലെ നെക്സ്റ്റ് ഇനിയും പുതിയ ആർട്ടിസ്റ്റുകൾ ഇറങ്ങണമല്ലോ മലയാള സിനിമയ്ക്ക് വാഗ്ദാനങ്ങളായിട്ട്. അങ്ങനെ കുറച്ച് പുതിയ ആർട്ടിസ്റ്റുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും എന്താ പറയുക, അഭിനയിച്ച് ഒരിടം പരിചയമില്ല, അവർ ഒരുപാട് ഷോർട്ട് ഫിലിംസ്, ഒരുപാട് വീഡിയോ സോങ്സും അങ്ങനെ ഒരുപാട് നമ്മളവിടെ UAE ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഓൺലൈൻ ചാനലിലൊക്കെ നിങ്ങളും കണ്ടിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു നമ്മളൊരു ആക്ടറിനെ ഞാൻ തേടിയെടുത്തതാണ് ജോബിസ് ചിറ്റിലമ്പള്ളി. അദ്ദേഹത്തിന് പറയാനുള്ള കൂടെ നമുക്കൊന്ന് കേട്ടുനോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇതുപോലൊരു വേദിയിൽ ഇവരുടെ കൂടെയൊക്കെ ഇരിക്കാൻ സാധിക്കുന്നതിന്. കാരണം നമ്മൾ ഒരുപാട് ഷോർട്ട് ഫിലിംസും നാടകങ്ങളൊക്കെ UAE ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സിനിമ എന്നുള്ളത് എപ്പോഴും ഒരു ആഗ്രഹമാണ്. അതിപ്പോൾ ജോലിയുടെ പരിമിതി കാരണം ചെയ്യാൻ പറ്റാറില്ല. ഇത് അവിടുത്തെ ഒരു ഷൂട്ട് വന്നു. കൃഷ്ണപ്രിയ നമ്മളെ വിളിച്ചപ്പോൾ, നമ്മൾ ഷോർട്ട് ഫിലിമായിട്ടൊക്കെ മുന്നേ ബന്ധപ്പെട്ടിട്ടുണ്ട്, വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു സിനിമയിലേക്കാണ്, ചെറിയ റോളാന്ന് പറഞ്ഞ് പോയി ചെയ്തു. പക്ഷെ ചെന്നപ്പോൾ ഡയലോഗും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരം തന്ന കൃഷ്ണപ്രിയയ്ക്കും എൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാണ്. അപ്പോൾ ഫസ്റ്റ് മൂവിയാണ്, എങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിയില്ല, അത് കാണണം. അപ്പം എല്ലാവരും